ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ 3 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഉമ്മയായി. ഒരു കൺമണി ജനിച്ചിട്ടുണ്ട്. ശാന്തി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, മോളാണ്. അപ്പോൾ നമുക്ക് പേരിട്ടു നൈമ മറിയം എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഫുള്ള് എണ്ണായതുകൊണ്ട് ഒക്കെ എണ്ണിട്ടതാണ്. പിന്നെ പറയാൻ ഒരുപാടുണ്ട്. നേരത്തെ പ്രസവിച്ചതാണ്, 1 മാസം നേരത്തെയാണ്. ഡിസംബർ 6 ഡേറ്റ്. ഇതാട്ടെ ഞങ്ങളെ ഇവിടുത്തെ റൂം. ഈ റൂമിന് കോസ്റ്റ് എത്ര ഉണ്ടാവുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യോ. എൻ്റെ ഒരു മോളെ പുതിയ ഡ്രസ്സും ടർക്കിയൊക്കെ ഞാൻ മലക്കി ഇവിടെ തന്നെ ചിക്കിയതാണ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ ഒരുപാട് അനുഭവ കഥകൾ പറയാനുണ്ട്. സ്റ്റോറിയൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്. നല്ല അനുഭവങ്ങളുണ്ട്, മോശ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ശാന്തിയിലാണുള്ളത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 മാസം നേരത്തെ ആയതുകൊണ്ട് മോള് കറക്റ്റ് 2 കിലോ ആണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്കും മോൾക്കൊക്കെ പെട്ടെന്ന് ഇതായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റാൻ. ഇവിടെ ഒരാഴ്ചയായി ഞാൻ അഡ്മിറ്റായിട്ട്. വാട്ടർ ബ്രേക്ക് ആയതേനും. പിന്നെ ഒരുപാട് സ്റ്റോറി ഉണ്ട് പറയാൻ. അത് ഞാൻ ഇതിൽ പറഞ്ഞാൽ തീരൂല. അപ്പോൾ ഈ റൂം കണ്ടിട്ട് ഈ റൂമിന് ഏകദേശം എത്ര റെൻ്റ് ഉണ്ടാവുമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നലെയാണ് പ്രസവിച്ചത്. ഇന്നലെ നവംബർ 4 അല്ലായിരുന്നു, നവംബർ 4-ന്. അപ്പോൾ ഇന്നലെ രാത്രി 9 റൂമിലെത്താൻ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞിപ്പെണ്ണ് വന്നു. ഇതാണ് കുഞ്ഞിപ്പെണ്ണിന് പേരിട്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന് പേരിട്ടത് നൈമ മറിയം. പേരെങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എൻ്റെ അനുഭവം സ്റ്റോറിയാക്കി പറയുന്നുണ്ട് കേട്ടോ. അത് വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ റിപ്ലൈ തരാം കേട്ടോ. പേര് നെയിം സർട്ടിഫിക്കറ്റിന് പേര് ഫില്ല് ചെയ്ത്